ഹായ് ഹലോ, പ്രീതാസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. അങ്ങനെ തിരുമല ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇനി അടുത്തതായിട്ട് പോകുന്നത് കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റ്, തെന്മല ഇക്കോ ടൂറിസം അതൊക്കെ കാണുന്നതിന് വേണ്ടിയിട്ടാണ്. തെങ്കാശിയുടെ ഗ്രാമീണ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ടാണ് യാത്ര. ഭഗവാന്റെ പുണ്യദിവസമായ വൈശാഖ വിശാഖ ദിവസം ഭഗവാന്റെ ദർശനം നേടുന്നതിനും നന്നായി തൊഴാനും ഒക്കെ കഴിഞ്ഞത് ഒരു ഭാഗ്യമായി കരുതുന്നു. അങ്ങനെ ഏകദേശം 12 മണിയോടുകൂടി ഞങ്ങൾ അവിടെ നിന്നും യാത്ര തിരിച്ചു. എല്ലാവരും വളരെ സന്തോഷത്തിലായിരുന്നു തിരിച്ചുള്ള യാത്ര. കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് അവർ കളിച്ച യഥാർത്ഥ പാട്ട് ഇതിൽ ഉൾപ്പെടുത്താൻ അങ്ങനെ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് വളരെ സന്തോഷത്തോടെ ഞങ്ങൾ കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റിൻ്റെ അടുത്ത് എത്തിച്ചേർന്നു. ഇപ്പോൾ ഏകദേശം ഒരു 1-1:30 മണിയായിട്ടുണ്ടായിരുന്നു. അതിനാൽ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം നമുക്ക് ബാക്കി സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ അടുത്തുള്ള ഒരു ഹോട്ടലിലേക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് എല്ലാവരും പോയി. വളരെ നല്ലൊരു ഹോട്ടലായിരുന്നു. അവിടെ ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് പോയതാണ്. അപ്പോൾ ഇതുപോലൊരു അക്വേറിയം നിറച്ച് മീൻ വളർത്തുന്നത് കണ്ടു. നല്ല വലിയ വലിയ മീനുകൾ അതിനുള്ളിൽ കിടക്കുന്നുണ്ടായിരുന്നു. കുട്ടികൾക്കൊക്കെ വളരെ ഒരു അതിശയകരമായ ഒരു കാഴ്ചയായിരുന്നു അത്. അങ്ങനെ ഞാനും കുറച്ച് വീഡിയോ ഒക്കെ എടുത്തതാണ്. 1-2 മീനൊക്കെ നല്ല വലിയ മീനുകളായിരുന്നു. അതൊക്കെ കാണുന്നത് ഒരു അതിശയമായിരുന്നു. പിന്നീട് എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ടിരുന്നു. വളരെ നല്ലൊരു ഹോട്ടലായിരുന്നു. നല്ല ഭക്ഷണമായിരുന്നു. വെജിറ്റേറിയൻ ഊണും അതേപോലെ നോൺ വെജിറ്റേറിയൻ ഊണും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നീട് അരിയാണെങ്കിൽ പൊന്നി അരിയുടെ ചോറുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ ബോയിൽഡ് റൈസിൻ്റെ വെള്ള അരിയുടെ ചോറും ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് അടുത്തതായിട്ട് ഇനി ഡിയർ പാർക്ക് കാണാനായിട്ട് പോവുകയാണ്. ഡിയർ പാർക്ക് എല്ലാ കുട്ടികൾക്കും ഒരു സന്തോഷം തരുന്ന ഒരു കാഴ്ചയാണല്ലോ. മാനുകളെയൊക്കെ അടുത്ത് കാണാൻ കഴിയുക എന്ന് പറഞ്ഞാൽ കുട്ടികൾ എല്ലാം വളരെ സന്തോഷത്തിലായിരുന്നു മാനുകളെയൊക്കെ കാണാൻ വിചാരിച്ചിട്ട്. ചെറുതായിട്ട് ഒരു മഴച്ചാറ്റലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഡിയർ പാർക്കിലേക്ക് പോയി. ഇത് ഫോറസ്റ്റ് ഏരിയ ആണ്. അതുപോലെ മൃഗങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാത്ത രീതിയിൽ വേണം നമ്മൾ ഉള്ളിലൂടെ നടക്കാൻ. വലിയ ശബ്ദങ്ങളൊന്നും കേൾപ്പിക്കാൻ പാടില്ല. ധാരാളം മാനുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഈ തെന്മല ഇക്കോ ടൂറിസം കാണുന്നതിനായിട്ട് ധാരാളം ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. മാനുകളൊക്കെ കൂട്ടത്തോടു കൂടി നമ്മുടെ അടുത്തൊക്കെ വന്ന് നിൽക്കും. എല്ലാവർക്കും അടുത്ത് നിന്ന് കാണാനൊക്കെ കഴിഞ്ഞു. ഫോട്ടോയൊക്കെ എടുത്ത് എല്ലാവരും വീഡിയോയൊക്കെ എടുത്ത് അങ്ങനെ പോവുകയാണ്. പേടമാൻ, കലമാൻ, അങ്ങനെ പലവിധ മാനുകൾ, അതുപോലെ വൃക്ഷങ്ങളൊക്കെ പഴയ വൃക്ഷങ്ങൾ, അങ്ങനെ എല്ലാ വൃക്ഷങ്ങളുടെ പേരും അവിടെ എഴുതി വെച്ചിട്ടുമുണ്ട്. അതൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് യാത്ര നടത്താൻ കഴിയും. അതുപോലെ മൃഗങ്ങളെയൊക്കെ ഇത്ര അടുത്ത് കാണാൻ കഴിയുന്നത് കുട്ടികൾക്കൊക്കെ വളരെ കൗതുകമുള്ള ഒരു കാഴ്ചയായിരുന്നു. കലമാൻ ഇതുപോലെ കൊമ്പൊക്കെ ഉള്ള മാനുകളെയൊക്കെ നമ്മുടെ അടുത്ത് വരെ വന്ന് നിൽക്കുമായിരുന്നു. അങ്ങനെ വളരെ നല്ലൊരു കാഴ്ചയായിരുന്നു ഡിയർ പാർക്കിലെ കാഴ്ചകൾ. ഇനി അതിനുശേഷം ഞങ്ങൾ ഇനി അടുത്തതായിട്ട് പോകുന്നത് അഡ്വഞ്ചർ പാർക്ക് കാണുന്നതിന് വേണ്ടിയിട്ടാണ്. അഡ്വഞ്ചർ പാർക്കും ഇതുപോലെ കുട്ടികൾക്കൊക്കെ വളരെ സന്തോഷം തരുന്ന ഒരു കാഴ്ചയാണ് അഡ്വഞ്ചർ പാർക്കിൽ. ഇവിടെയും നമ്മൾ പാസ് എടുത്തിട്ട് വേണം ഉള്ളിലേക്ക് കടത്തി വിടുന്നതിന്. ഇതേപോലെ ഫ്ലൈ ഓവറിലൂടെയാണ് നമ്മൾ ഫോറസ്റ്റിനുള്ളിലൂടെ പോകേണ്ടത്.
അത് ഇതുപോലെ സ്റ്റെപ്പൊക്കെ ആയിട്ട് കുറേ ദൂരം ഇതുപോലെ അങ്ങ് ഫ്ലൈ ഓവറുണ്ട്. സ്റ്റെപ്പ് കെട്ടി കെട്ടി ഒരു മരത്തിൻ്റെ അത്രയും പൊക്കത്തിൽ വരെ നമ്മൾ ഈ ഫ്ലൈ ഓവറിലൂടെ നടന്നെത്താൻ പറ്റും. എല്ലാവരും അങ്ങനെ ഫ്ലൈ ഓവറിലൂടെ ഇങ്ങനെ ഫോറസ്റ്റിനുള്ളിലേക്ക് കടന്ന് പോവുകയാണ്. താഴോട്ട് നോക്കുമ്പോൾ നമുക്ക് പേടിയാവും, അതുകൊണ്ട് നേരെ നോക്കിയാണ് നടന്നു പോകുന്നത്. കുട്ടികൾക്കൊക്കെ വളരെ സന്തോഷമാണ് ഇതുപോലുള്ള പാർക്കുകളിലൊക്കെ പോകുന്നത്. അങ്ങനെ കുറേ ദൂരം നമ്മൾ ഫോറസ്റ്റിലൂടെ കടന്ന് അങ്ങ് ചെല്ലുമ്പോൾ ഇതുപോലത്തെ അഡ്വഞ്ചർ പാർക്കാണ്. അതിൽ കുട്ടികൾക്കൊക്കെ കയറി ഇറങ്ങുന്നതിനും ഒക്കെ ഒരുപാട് കളിക്കാനുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. കയറിലൂടെ കെട്ടിയ മേലോട്ട് കയറുന്നതും ഇറങ്ങുന്നതും, പിന്നെ റോപ്പ് വേയും ഒക്കെ, പിന്നെ പാർക്കുകളും കളിക്കാനുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അഡ്വഞ്ചർ പാർക്കിൽ കൂടെ നടന്ന് എല്ലാവരും ക്ഷീണിച്ച് വന്ന് ഇവിടെ ഇരിക്കുകയാണ്. ഇവിടെ എത്തുമ്പോൾ പിന്നെ ചെറിയൊരു കടയുണ്ട്. അവിടെ നമുക്ക് സ്നാക്സ്, അതേപോലെ വെള്ളം, നാരങ്ങ വെള്ളം, പിന്നെ ചായ ഒക്കെ കിട്ടും. എല്ലാവരും അവിടെ കയറി വെള്ളമൊക്കെ കുടിക്കുകയാണ്. കുറച്ച് വിശ്രമിച്ച് കഴിഞ്ഞിട്ട് അടുത്ത കാഴ്ചകളൊക്കെ കാണാനായിട്ട് ഇവിടെ ഇങ്ങനെ വിശ്രമിച്ചിരിക്കുകയാണ്. അതിനുശേഷം പിന്നീട് ഞങ്ങൾ പോയത് കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റ് കാണുന്നതിനായിട്ടാണ്. അതും കുറച്ച് ഉള്ളിലോട്ട് നമ്മൾ നടന്ന് പോകണം. പിന്നെ അവിടെ പ്രോഹിബിറ്റഡ് ഏരിയ ആയതുകൊണ്ട് കൂടുതൽ വീഡിയോയും ഫോട്ടോയും ഒന്നും എടുക്കാൻ പാടില്ല. ഇങ്ങനെ വെളിയിൽ നിന്ന് നമുക്ക് കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ കുറച്ച് ദൂരെ നിന്ന് എടുക്കാൻ പറ്റും. എങ്കിലും നല്ല രസമാണ് കാണാൻ. കല്ലടയാറിൻ്റെ കുറുകെയാണ് ഈ കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റ് നിർമ്മിച്ചിരിക്കുന്നത്, ഡാം ഉണ്ടാക്കിയിരിക്കുന്നത്. വലിയൊരു ഡാമാണ്, കാണേണ്ട ഒരു കാഴ്ചയാണ് നമുക്ക് ഇത്. തെമ്മല ഡാമെന്ന് പറയും, അതുപോലെ പരപ്പാർ ഡാമെന്നും പറയും. കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റ് എന്നാണിത് അറിയപ്പെടുന്നത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇത് കാണുന്നതിനായിട്ട് വരുന്നുണ്ട്. നല്ല തെമ്മല ഇക്കോ ടൂറിസം കൂടെ ചേർന്നിട്ടുള്ള പ്രോജക്റ്റ് ആയതുകൊണ്ട് ഒരുപാട് നല്ല രസമാണ് ഇവിടെ കാണാൻ. അതുപോലെ കുട്ടികൾക്ക് കളിക്കാനായിട്ടും കുറച്ച് ബട്ടർഫ്ലൈ പാർക്കും അതേപോലത്തെ പാർക്കുകളും ഉണ്ട് ഇതിനുള്ളിൽ തന്നെ. അങ്ങനെ ഞങ്ങൾ അതെല്ലാം കണ്ടിട്ട് എല്ലാവരും ഇങ്ങനെ വരികയാണ് തിരിച്ച്. ഇനി നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് ചെന്തുരുണി എന്ന് പറയുന്ന സ്ഥലത്താണ്. അതും ഇതുപോലെ മനോഹരമായ ഒരു കാഴ്ചയാണ് ചെന്തുരുണി കാണാൻ. ഇതുപോലെ വെള്ളം കെട്ടിക്കിടക്കുന്നത്, അതുപോലെ ഒരുപാട് സ്ഥലങ്ങൾ, നല്ല ഭംഗിയുള്ള ഒരു പ്രകൃതി സൗന്ദര്യമുള്ള ഒരു സ്ഥലങ്ങളാണ്. നല്ല ഇങ്ങനെ മലകളും കുന്നുകളും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് ചെന്തുരുണി. നല്ല ഫോട്ടോയൊക്കെ എടുക്കുന്നതിന് വളരെ നല്ല സ്ഥലമാണ്. നമ്മൾ കുറേ സമയം അവിടെ ചിലവഴിച്ചു. അതിനുശേഷം 7 മണിക്ക് നമുക്ക് മ്യൂസിക് ഫൗണ്ടൻ ഉണ്ട് അവിടെ, തെമ്മല ഇക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ. അത് കാണുന്നതിനായിട്ട് 6 മണിയായപ്പോൾ ഞങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞ്. പിന്നീട് 7 മണിക്ക് മ്യൂസിക് ഫൗണ്ടൻ കാണുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതും മനോഹരമായ ഒരു കാഴ്ച. ഇത് മൊബൈൽ ഫോണിൽ നല്ല ക്ലിയറായിട്ട് വന്നിട്ടില്ല. ഇത് നല്ല നേരിട്ട് കാണുന്നതിൻ്റെ അത്രയും ഭംഗി ഇതിൽ നമ്മൾ മൊബൈൽ ഫോണിൽ പിടിച്ചിട്ട് വന്നിട്ടില്ല. ഈ തെമ്മല ഇക്കോ ടൂറിസം കാണാൻ പോകുന്ന എല്ലാ ആൾക്കാരും ഈ മ്യൂസിക് ഫൗണ്ടൻ കാണണം. വൈകിട്ട് 7 മണിക്കാണ്. നല്ല ഭംഗിയുള്ള നയന മനോഹരമായ ഒരു കാഴ്ചയാണ്. അങ്ങനെ ഞങ്ങളുടെ 1 ഡേ
ടൂർ പ്രോഗ്രാം വളരെ അടിപൊളിയായിരുന്നു. എല്ലാവരും